ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എഫെസ്യ ലേഖനമാണ് പഠിക്കുന്നത്. നാം അറിയണം എന്ന് എഫെസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 കാര്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. നാം മനസ്സിലാക്കിയിരിക്കുന്ന പോലെ ആത്മീക ധനത്തിൻ്റെ കലവറയാണ് ഈ ലേഖനം. കൃപാധനം, മഹിമാധനം, ക്രിസ്തുവെന്ന അപ്രമേയ ധനം, കരുണാസമ്പന്നർ, ആത്മീക ധനം എന്നിങ്ങനെയൊക്കെയുള്ള വെളിപ്പാടുകളാണ് ഈ ലേഖനത്തിൽ നമുക്ക് ധാരാളമായി കാണുവാൻ കഴിയുന്ന വസ്തുതകൾ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എന്തെല്ലാം അറിയണം എന്നുള്ള വിഷയങ്ങൾ ഒന്നൊന്നായി വേഗത്തിൽ നാം പഠിക്കുമ്പോൾ ദയവായി ഈ പുസ്തകം ഒന്നുകൂടെ വായിക്കുവാനും മനസ്സിലാക്കുവാനും ഏവർക്കും ഇടയാകട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. 1, തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നാം അറിയണം. 2, അവൻ വിളിയാനുള്ള ആശ നാം അറിയണം. 3, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം നാം അറിയണം. 4, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം അറിയണം. 5, ദൈവത്തിൻ്റെ ജ്ഞാനം നാം അറിയണം. 6, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം അറിയണം. 7, ദൈവപുത്രനെ തന്നെ നാം അറിയണം. ഈ 7 അറിവുകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാകും. എന്താണ് പ്രിയമുള്ളവരെ തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നാം അറിയണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നത്? 1-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. ദൈവം ഒരിക്കലും ആകസ്മികമായി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുന്നവനല്ല. അനന്തതയിൽ വെച്ച് ത്രിയേക ദൈവം ആലോചിച്ച് കൈക്കൊണ്ട ചില തീരുമാനങ്ങളുണ്ട്. 11-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും ചെയ്യുന്നവനാണ് ദൈവം എന്ന് പറയുന്നു. 9-ാമത്തെ വാക്യത്തിൽ മുൻ നിർണയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ആ ഹിതത്തിൻ്റെ മർമ്മം, അല്ലെങ്കിൽ എന്താണ് ആ മാർമികമായ സത്യം? ദയവായി 10-ാം വാക്യം ശ്രദ്ധിക്കുക. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക, അതാണ് ദൈവഹിതം. പാപം സകലവും തകിടം മറിച്ചു എല്ലാ ക്രമങ്ങളെയും ഡിസോർഡറിലാക്കി പാപത്തിന്റെ സ്വാധീന ശക്തി. സ്വർഗവും ഭൂമിയും തമ്മിൽ അകന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിൽ പാപിയെ ദൈവത്തോട് നിരപ്പിച്ചു. എന്നാൽ പാപം മുഖാന്തരം സംഭവിച്ച ശാപം ഇന്നും മാറിയിട്ടില്ല എന്ന് നാം കാണുന്നു. ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും ഭൂമി മോചിതയാകണം. നമ്മുടെ രോഗവും മരണവുമുള്ള താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടണം. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഇത് സാധിക്കുമെന്ന് നാം ആശിക്കുന്നു. ഇതാണ് അത്യധികമായി ദൈവഹിതത്തിന്റെ പദ്ധതി. അവിടെയാണ് സ്വർഗവും ഭൂമിയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ആശയം 1:18 അവന്റെ വിളിയുടെ ആശ നാം അറിയണം. ഇത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസികൾ അറിയുവാൻ അത്യാവശ്യമുള്ള 3 കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അവയിൽ ആദ്യത്തേതാണ് അവന്റെ വിളിയാലുള്ള ആശ അറിയുക. ദ ഹോപ്പ് ഓഫ് ഹിസ് കോൾ എന്ന വാക്ക് മലയാളത്തിൽ പ്രത്യാശ എന്നാണ് വിവിധ തർജ്ജമകളിൽ നാം കാണുന്നത്. എന്നാൽ ഇവിടെ ആശ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശ നാം കർത്താവിൽ വച്ചിരിക്കുന്ന ആശയല്ല, കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആശയാണ്. നമ്മെ വിളിച്ച കർത്താവിന് നമ്മെക്കുറിച്ച് ചില ആശകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ആകയാൽ പ്രിയരെ, ലക്ഷ്യമില്ലാതെ നയിക്കേണ്ട ഒന്നല്ല ക്രിസ്തീയ ജീവിതം. നാം മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മെക്കുറിച്ച് കർത്താവ് ആശിക്കുന്നു. അതിന് പ്രധാനമായും സാധിക്കേണ്ടത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വരങ്ങൾ അറിയുക എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ വരദാനങ്ങൾ, താലന്തുകൾ അതൊരിക്കലും മറച്ചു വെക്കുവാനോ കുഴിച്ചിടുവാനോ അല്ല, വ്യാപാരം ചെയ്യുവാൻ. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആശ എപ്രകാരം നിവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ നമ്മുടെ വിളിയുടെ ആശയുടെ പൂർത്തീകരണം അത് നിറവേറ്റപ്പെടുവാൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ, ദൈവശക്തി, ദൈവിക വരദാനങ്ങൾ അത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മിൽ വ്യാപരിക്കുന്നവന് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. 3-ാമത്തെ പ്രധാനപ്പെട്ട ആശയം 1:18 വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന് മഹിമാധനം എന്തെന്ന് നാം അറിയണം. ഇത് വലിയ വിഷയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവകാശം നമുക്ക് കർത്താവ് മുഖാന്തരം ലഭിച്ച അവകാശമല്ല, കർത്താവിന് നമ്മിലുള്ള അവകാശമാണ്. യേശു കർത്താവ് അവിടുത്തെ രക്തം വിലയായി തന്ന് നമ്മെ സമ്പാദിച്ചിരിക്കുകയാണ്. കൂടാതെ അവിടുത്തെ ആത്മാവിനെയും തന്ന് വിലയ്ക്കു വാങ്ങി. അതുകൊണ്ട് നാം ഇനി നമുക്കുള്ളവരല്ല, നാം കർത്താവിൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ്. യേശുവിന് നമ്മുടെ മേൽ സമ്പൂർണ്ണ അവകാശം നാം നൽകിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവായി കർത്തൃത്വം നടത്തുവാൻ നമ്മുടെ തീരുമാനശേഷിയുടെ മേൽ, ചിന്താഗതികളുടെ മേൽ, നമ്മുടെ പ്രവൃത്തികളുടെ മേൽ, സകലത്തിനു മേലും ആധിപത്യം കർത്താവിനുണ്ടോ എന്ന് നാം ഈ സന്ദർഭത്തിൽ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തത് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം അറിയണം എന്നുള്ളതാണ്
നാലാമത്തെ പ്രധാനപ്പെട്ട ചിന്ത. വീണ്ടും 1:18 മുതൽ 20 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നാം അറിയണം എന്നുള്ള പൗലോസിന്റെ പ്രാർത്ഥന നാം കണ്ടു കഴിയും. അടുത്തത്, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, അളവറ്റ ശക്തി, അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ശക്തി നമ്മളുണ്ട്. നമുക്ക് ശക്തി ഇല്ലാത്തതല്ല പ്രശ്നം, ശക്തി നമ്മളിൽ ഉണ്ടെന്ന് നാം തിരിച്ചറിയാത്തതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന നാം സസൂക്ഷ്മം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് ലഭിക്കുവാൻ അല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഇനി എന്തെങ്കിലും ലഭിക്കുവാനോ കിട്ടുവാനോ എൻ്റെ ആവശ്യം നിറവേറപ്പെടുവാനോ ഒരു പുതിയ കാര്യം കൂടെ എനിക്ക് ലഭ്യമായി തീരുവാനല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ലഭിച്ചതൊക്കെയും അറിയുവാൻ വേണ്ടി, എൻ്റെ തിരിച്ചറിവിന് വേണ്ടി. ആക്ച്വലി പ്രിയമുള്ളവരെ, നമുക്കും ആവശ്യമായിരിക്കുന്നത് ഈ തിരിച്ചറിവാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട വിഷയം എഫെസ്യർ ലേഖനം 3:10-11 വാക്യങ്ങളാണ്. ദൈവത്തിന് ജ്ഞാനം നാം അറിയണം. സഭ മുഖാന്തരം അറിവായി വരുന്ന ദൈവത്തിന് ജ്ഞാനം എന്താണെന്ന് നാം ഈ ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് സഭ തന്നെയാണ്. ഇത് പഴയ നിയമ ഭക്തർക്കോ പിതാക്കന്മാർക്കോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ വെളിപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുഖാന്തരം സഭ എന്ന മർമ്മം നമുക്ക് വെളിപ്പെടുത്തി കിട്ടി. അത് നാം അറിയണം. സഭ എന്ന മർമ്മം വളരെ ആഴത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. അത് ശരീരമാകുന്ന സഭ, മണവാട്ടിയാകുന്ന സഭ എന്നുള്ള വിഷയങ്ങൾ ഈ ലേഖനത്തിൽ അപ്പോസ്തലൻ വളരെ ഊന്നി പറയുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടി നിർമ്മല കന്യകയായി ലോകത്തോട് മാലിന്യപ്പെടാതെ ദൈവവചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച് കളങ്കമില്ലാതെ ഉപായത്താൽ വഷളാകാതെ ശുദ്ധവും ശുഭ്രവുമായി ഇവിടെ ഭൂമിയിൽ വെളിപ്പെടാനുള്ള തേജസ്സിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ സഭയുടെ ദൗത്യം നാം മുഖാന്തരം അത് സേവനങ്ങളായി, ശുശ്രൂഷകളായി, സാക്ഷികളായി ലോകത്തോട് എപ്പോഴും പ്രസ്താവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും പൗലോസ് തൻ്റെ 6ാമത്തെ ചിന്ത 3:19 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പൗലോസിന്റെ പ്രാർത്ഥനയാണ് നാം കാണുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം, അല്ലെങ്കിൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നാം അറിയണം എന്നുള്ളതാണ്. മേൽ പറഞ്ഞതെല്ലാം നാം അറിഞ്ഞാലും ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞ് ആ സ്നേഹം നാം പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകില്ല. ആ സ്നേഹത്തിന്റെ ഒരു ഉത്തമ ഗീതം തന്നെയാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. ഈ ഭാഗം നമുക്കിങ്ങനെ ഒറ്റ വരിയിൽ പറഞ്ഞാൽ, തള്ളിപ്പറയുന്നവൻ്റെയും ഒറ്റക്കൊടുക്കുന്നവൻ്റെയും പാദം കഴുകുന്ന സ്നേഹം, ക്രൂശിക്കുന്നവരോട് ക്ഷമിക്കുന്ന സ്നേഹം, പകയും വിദ്വേഷവും അശേഷമില്ലാത്ത ദൈവസ്നേഹം. ഈ സ്നേഹത്തിന് ആഴവും വീതിയും നീളവും ഉയരവും നാം അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അവസാനത്തെ ആശയം 4:12-13 വാക്യങ്ങളാണ്. ദൈവപുത്രനെ അറിയുക, ദ നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ച് മാത്രമല്ല, ആ ദൈവപുത്രനെ നാം അറിയണം. യേശുവിനെ അറിയുക എന്ന ജീവിത ലക്ഷ്യത്തിൽ നിന്ന് ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ പൗലോസ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സകലം ഉപേക്ഷിച്ച്, സകലം വിട്ടുകളഞ്ഞ്, സകലത്തെയും താൻ ചപ്പന്നും ചവർന്നും എണ്ണി ക്രിസ്തു എന്ന പരിജ്ഞാനം പ്രാപിക്കുവാൻ, ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് താൻ എത്തിച്ചേരുവാൻ ലാഭമായിരുന്നൊക്കെയും ഛേദമെന്നെണ്ണി യേശുവിനെ അറിയുവാനുള്ള ഉൾക്കാഴ്ചയും യേശുവിനെ മാത്രം അറിയണമെന്നുള്ള തൻ്റെ ജിജ്ഞാസയും ഈ അപ്പോസ്തലനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ ആഗ്രഹം ഒരു വലിയ അഭിലാഷമായി, ഒരു ആവേശമായി, ഒരു അഭിനിവേശമായി പൗലോസിന് മാറിയതിന് കാരണം ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ചോദിച്ച ചോദ്യം ഈ ക്രിസ്തു ശിഷ്യൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നീ ആരാകുന്നു കർത്താവേ? യേശു ആരാണെന്നുള്ള അറിവ്. അതാണ് പ്രിയമുള്ളവരെ എഫെസ്യർ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം. ആ ക്രിസ്തുവിന്റെ ഹിതത്തിന്റെ മർമ്മം അറിയുവാൻ, അവന്റെ വിളിയാലുള്ള ആശയം അറിയുവാൻ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം അറിയുവാൻ, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയുവാൻ, ദൈവത്തിന് ജ്ഞാനം അറിയുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ, ദൈവപുത്രനെ തന്നെ അത്യന്തികമായി അറിയുവാൻ. ആ അറിവാണ് ക്രിസ്തു എന്ന തലയോളം നമ്മെ വളർത്തുന്നത്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കേവലം ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങളെക്കാൾ ഉപരി എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന, എന്നെ സമൂലമായി മാറ്റുന്ന, രൂപാന്തരപ്പെടുത്തി കർത്താവിനെ പോലാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നമുക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ, ചിന്താഗതികൾ, നമ്മുടെ സമീപനങ്ങൾ മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.